വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജീവിതം ചോദ്യോത്തരങ്ങളിലൂടെ പരിചയപ്പെടാം. എവിടെയാണ് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത്? കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിൽ. ഏത് വർഷമാണ് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത്? 1908. മാതാപിതാക്കൾ ആരെല്ലാം? കായി അബ്ദുറഹ്മാൻ സാഹിബും കുഞ്ഞാച്ചുമ്മയും. ബഷീറിന്റെ യഥാർത്ഥത്തിലുള്ള പേര് കൊച്ചു മുഹമ്മദ്. ബഷീറിന്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുണ്ടായിരുന്നത്? പാത്തുമ്മായുടെ ആട്. ബഷീർ രചിച്ച നാടകം കഥാബീജം. MP പോൾ എന്ന നിരൂപകൻ ജീവിതത്തിൽ നിന്നും പറിച്ചു ചീന്തിയ ഏട് എന്ന് വിശേഷിപ്പിച്ച ബഷീറിന്റെ കൃതി ഏതാണ്? ബാല്യകാലസഖി. ഏതാണ് ബഷീറിന്റെ ആദ്യ കൃതി? പ്രേമലേഖനം. ബഷീറിന്റെ ആത്മകഥാപരമായ കൃതി ഏതാണ്? ഓർമ്മയുടെ അറകൾ. ചോദ്യോത്തരങ്ങളായി പ്രസിദ്ധീകരിച്ച ബഷീർ കൃതി നേരും നുണയും. ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏതാണ്? സർപ്പയജ്ഞം. ഉജ്ജീവനം മാസികയിൽ എഴുതാൻ ബഷീർ സ്വീകരിച്ച തൂലികാനാമം പ്രഭ. ബഷീർ ചെയ്ത ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഗ്രന്ഥം? ചെവിയോർക്കുക അന്തിമകാഹളം. ഏതായിരുന്നു ബഷീറിന്റെ ആദ്യ കഥ? എന്റെ തങ്കം. തന്റെ ഒരു സഹപ്രവർത്തകനെക്കുറിച്ച് ഒരു ഗ്രന്ഥം ബഷീർ രചിച്ചിട്ടുണ്ട്. MP പോൾ. ജയിൽ മോചിതനായ ശേഷം ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാൾ ഏത്? സർക്കിൾ ബുക്ക് സ്റ്റാൾ. ബഷീർ ദ മാൻ എന്ന ഡോക്യുമെന്ററി ആരാണ് സംവിധാനം ചെയ്തത്? MA റഹ്മാൻ. ബഷീറിനെ സുൽത്താൻ എന്ന് വിളിച്ചത് ആരായിരുന്നു? ബഷീർ തന്നെ. ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ ഒരു കഥ എഴുതിയിട്ടുണ്ട്. ഏതാണത്? ഒഴിഞ്ഞ വീട്. ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ നിറച്ചിരുന്നു. ഇങ്ങനെ പറഞ്ഞ നിരൂപകൻ MN വിജയൻ. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയെ തൂക്കിക്കൊന്നതിനാണ് കോഴിക്കോട് ജയിലിൽ ബഷീർ 3 ദിവസം നിരാഹാര സത്യഗ്രഹമിരുന്നത്? ഭഗത് സിംഗ്. ഏത് കുറ്റത്തിനാണ് ബഷീർ ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത്? കോഴിക്കോട് ഉപ്പ് സത്യഗ്രഹത്തിൽ പങ്കെടുത്തതിന്. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ഏത് നോവലിനാണ്? ആനവാരിയും പൊൻകുരിശും. എന്നാണ് ബഷീർ അന്തരിച്ചത്? 1994 ജൂലൈ 5. സദാശിവൻ മാധവി ഏത് പുസ്തകത്തിലെ കഥാപാത്രമാണ്? കഥാബീജം. കൊച്ചു ത്രേസ്യ സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന കൃതിയിലെ നായിക. ബഷീർ കഥാപാത്രങ്ങൾക്ക് ചിത്രം വരച്ചത് ആർട്ടിസ്റ്റ് നമ്പൂതിരി. ബാല്യകാലസഖി പ്രസിദ്ധീകരിക്കാൻ മുൻകൈയെടുത്തത് ഡോക്ടർ MP പോൾ. എന്നാണ് ബാല്യകാലസഖി പുറത്തിറക്കിയത്? 1944. ദാരിദ്ര്യം ഭയങ്കര വ്യാധിയാണ്. അത് ശരീരത്തെയും ഹൃദയത്തെയും നശിപ്പിച്ചു കളയുന്നു. ഈ വാക്യമുള്ളത് ബാല്യകാലസഖി എന്ന കൃതിയിൽ. തിരുത്തലുകൾ കൂടാതെ വെളിച്ചം കണ്ട കൃതി പാത്തുമ്മയുടെ ആട്. ബാല്യകാലസഖിയിലെ നായികാനായകന്മാർ മജീദും സുഹറയും. ബഷീറിന്റെ പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം ധർമ്മരാജ്യം. ബഷീറിന് പത്മശ്രീ കിട്ടിയത് 1982. ബഷീറിന്റെ ഇഷ്ടഗായകർ സൈഗാൾ, പങ്കജ് മല്ലിക്. DC ബുക്സ് പ്രസിദ്ധീകരിച്ച ബഷീറിന്റെ ആദ്യ കൃതി ഭൂമിയുടെ അവകാശികൾ. ഒറ്റക്കണ്ണൻ പോക്കർ മുച്ചീട്ടുകളിക്കാരന്റെ മകൾ എന്ന കൃതിയിലെ കഥാപാത്രം. സാഹിത്യലോകത്ത് ഏറെ വിമർശനങ്ങൾ ഉയർത്തിയ ബഷീറിന്റെ കൃതി ശബ്ദങ്ങൾ. ബഷീറിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ച വർഷം 1982. തിരുവിതാംകൂർ ദിവാൻ സർ CP നിരോധിച്ച ബഷീറിന്റെ നാടകം പട്ടത്തിന്റെ പേക്കിനാവ്. ബഷീറിന്റെ ഏതു കഥയുടെ ചലച്ചിത്ര രൂപമാണ് ഭാർഗവീ നിലയം? നീലവെളിച്ചം.
ബഷീർമാല എന്ന കൃതി എഴുതിയത് M.N. കാരശ്ശേരി. ബഷീർ ദ മാൻ എന്ന കൃതി എഴുതിയത് M.A. റഹ്മാൻ. ഉപ്പൂപ്പാന്റെ കുയ്യാനകൾ എഴുതിയത് A.B. രഘുനാഥൻ നായർ. ബഷീർ മലയാളത്തിന്റെ സർഗവിസ്മയം എഴുതിയത് റൊണാൾഡ് ആഷർ. ബഷീർ ഏകാന്തവീഥിയിലെ അവധൂതൻ എഴുതിയത് M.K. സാനു. മരുഭൂമികൾ പൂക്കുമ്പോൾ എഴുതിയത് M.N. വിജയൻ. മതിലുകൾ എന്ന സിനിമയുടെ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. ബാല്യകാലസഖി എന്ന സിനിമയുടെ സംവിധാനം P. ഭാസ്കരൻ. ബഷീറിന്റെ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പുസ്തകം ധർമ്മരാജ്യം. ബഷീറിന്റെ ആദ്യത്തെ നോവൽ ജീവിത നിഴൽപ്പാടുകൾ. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കിടന്ന് ബഷീർ എഴുതിയ കൃതി പ്രേമലേഖനം. ജയകേരളം പത്രത്തിലെഴുതിയ പങ്ക്തി നേരും നുണയും. ബഷീറിന്റെ ഭാര്യ ഫാത്തിമ ബീവി. ബഷീറിന്റെ തീവ്രവാദി സംഘടനയുടെ മുഖപത്രം ഉജ്ജീവനം. തീപ്പൊരി ലേഖനങ്ങൾ എഴുതിയ വാരിക ഉജ്ജീവനം. ബഷീർ ജീവിച്ചിരിക്കെ അവസാനം പ്രസിദ്ധീകരിച്ച കൃതി ചെവിയോർക്കുക അന്തിമകാഹളം. ബഷീറിന്റെ സമ്പൂർണ്ണ കൃതികൾ പ്രസിദ്ധീകരിച്ചത് DC ബുക്സ്. DC ബുക്സ് പ്രസിദ്ധീകരിച്ച ബഷീറിന്റെ ആദ്യ പുസ്തകം ഭൂമിയുടെ അവകാശികൾ. പ്രേമലേഖനത്തിലെ കഥ നായികാനായകന്മാർ സാറാമ്മയും കേശവൻ നായരും. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈശ്വരനുണ്ടോ? ഇത് ഏത് കൃതിയിലെ നായകൻ പറഞ്ഞതാണ്? ശബ്ദങ്ങളിലെ നായകൻ. ഭാർഗവീ നിലയം എന്ന സിനിമയുടെ തിരക്കഥ ബഷീർ, സംവിധാനം ചെയ്തത് വിൻസെന്റ്. ഭാർഗവീ നിലയത്തിലെ നായികാനായകന്മാർ വിജയ നിർമ്മലയും പ്രേം നസീറും. മതിലുകളിലെ നായകൻ മമ്മൂട്ടി. മതിലുകൾ എന്ന സിനിമയിലെ നാരായണിക്ക് ശബ്ദം നൽകിയത് KPAC ലളിത. മതിലുകൾ എന്ന സിനിമയിലെ ബഷീർ ജയിൽ പുള്ളിയുടെ നമ്പർ 9. ബഷീർ കഥാപാത്രങ്ങൾക്ക് ചിത്രം വരച്ചത് ആർട്ടിസ്റ്റ് നമ്പൂതിരി. ബഷീറിന്റെ സാമൂഹ്യ പരിഷ്കരണ നോവൽ ന്റുപ്പാപ്പാക്കൊരാനയുണ്ടാർന്നു. നോവൽ രൂപത്തിലെഴുതിയ ആത്മകഥ പാത്തുമ്മായുടെ ആട്. മുച്ചീട്ട് കളിക്കാരന്റെ മകൾ നായിക സൈനബ. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച കൃതികൾ യാ ഇലാഹിയും പ്രേംപാറ്റയും ജീവിതം ഒരനുഗ്രഹം എന്നീ കൃതികൾ. സദാശിവനും മാധവിയും കേന്ദ്ര കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിന്റെ കൃതി കഥാബീജം. ശൈലീവല്ലഭൻ എന്ന് ബഷീറിനെ വിശേഷിപ്പിച്ച എഴുത്തുകാരൻ T. പത്മനാഭൻ. ഫാബി ബഷീർ രചിച്ച കൃതി ബഷീറിന്റെ എടിയെ. തിരുത്തലുകൾ കൂടാതെ വെളിച്ചം കണ്ട കൃതി പാത്തുമ്മയുടെ ആട്. മതിലുകൾ സംവിധാനം ചെയ്തത് അടൂർ ഗോപാലകൃഷ്ണൻ. ആദ്യം ഇംഗ്ലീഷിലെഴുതി പിന്നെ മലയാളത്തിലേക്ക് പൂർത്തിയാക്കിയ കൃതി ബാല്യകാലസഖി. ഭാർഗവീ നിലയത്തിന്റെ നിർമ്മാണം ചന്ദ്രതാര പ്രൊഡക്ഷൻസ്. ബഷീറിന് ലഭിച്ച പ്രധാന പുരസ്കാരങ്ങൾ: 1982 ഇന്ത്യ ഗവൺമെന്റ് പത്മശ്രീ നൽകി ആദരിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി, കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, ലളിതാംബിക അന്തർജനം അവാർഡ്, മുട്ടത്തുവർക്കി അവാർഡ്, വള്ളത്തോൾ പുരസ്കാരം. ബഷീർ തിരക്കഥകൾ രചിച്ചിട്ടുള്ള സിനിമകൾ ഭാർഗവീ നിലയം, ബാല്യകാലസഖി. ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ ബഷീർ കൃതികൾ ബാല്യകാലസഖി, ന്റുപ്പാപ്പാക്കൊരാനയുണ്ടാർന്ന്, പാത്തുമ്മായുടെ ആട്, ശബ്ദങ്ങൾ, പ്രേമലേഖനവും മറ്റു കഥകളും, മതിലുകൾ. ബഷീർ കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഡോക്ടർ റൊണാൾഡ് E. ആഷർ, അച്ചാമ്മ കോയിൽ പറമ്പിൽ, V. അബ്ദുള്ള, ചന്ദ്രശേഖരൻ തുടങ്ങിയവരാണ്.